മഹാരാഷ്ട്രയിലെ സ്കൂൾ ഓഫ് ആർട്ടിൽ നിന്ന് എൻ്റെ പോസ്റ്റിങ്ങിൽ ഞാൻ പോകുന്നത് ഒരു പുതിയ യൂണിറ്റ് സിക്കിമിലെ ഒരു യൂണിറ്റിലേക്കാണ്. അവരുടെ ലൊക്കേഷൻ നാഥുല പാസിൻ്റെ ഏതാണ്ട് അടുത്താണ്. അവരുടെ ചുമതല ചൈനയുമായിട്ടുള്ള ബോർഡർ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ, ഇപ്പോൾ നമുക്കെല്ലാവർക്കും അറിയുന്ന LAC ഉള്ള പ്രദേശത്തേക്കാണ്. ആ പ്രദേശത്തിൻ്റെ ഹൈറ്റ് ഏകദേശം 13,000 അടി ആണ്. റെയിൽ മാർഗമാണ് സിക്കിമിൻ്റെ ഗാങ്ടോക്കിലേക്കുള്ള റെയിൽ ഹെഡായ ന്യൂ ബംഗൈഗാം റെയിൽവേ സ്റ്റേഷനിലാണ് ഇറങ്ങുന്നത്. അവിടെ നിന്ന് ഗാങ്ടോക്ക് വഴിയാണ് നാഥുല പാസിലേക്ക് പോകുന്നത്. നമ്മുടെ യൂണിറ്റ് ലൊക്കേഷൻ ഞാൻ പറഞ്ഞ പോലെ ഒരു 13,000 അടി ഫീറ്റ് ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അത് ഹൈ ആൾട്ടിറ്റ്യൂഡ് ഏരിയയിൽ വരും. ഹൈ ആൾട്ടിറ്റ്യൂഡ് ഏരിയാസ് എന്ന് പറയുന്നത് 9,000 ഫീറ്റ് ആൻഡ് എബവ് ഉള്ള സ്ഥലങ്ങൾക്കാണ് ഹൈ ആൾട്ടിറ്റ്യൂഡ് ഏരിയാസ് എന്നൊരു കാറ്റഗറൈസേഷൻ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവിടെ ഉയരം കൂടുന്തോറും വായുവിൻ്റെ ലഭ്യത കുറയും. വായുവിൻ്റെ ലഭ്യത കുറയുമ്പോൾ അതിലുള്ള ഓക്സിജൻ്റെ അളവ് കുറയും. അപ്പോൾ ഈ സ്ഥലങ്ങളിൽ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടം വരെ പല സ്റ്റേജുകളിലായിട്ടായിട്ട് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ ആർമിയിലെ ഒരു സിസ്റ്റം എന്താണെന്ന് വെച്ചാൽ 9,000 ഫീറ്റിൽ ഒരു ട്രാൻസിറ്റ് ക്യാമ്പ് എന്നാണ് പറയുന്നത്. ഒരു ക്യാമ്പ് ഉണ്ടാകും. അവിടെ 2 ദിവസം രാത്രി താമസിച്ച്, ഒരു ദിവസം രാത്രി താമസിച്ച് പിറ്റേ ദിവസം രാവിലെ ഒരു 1000 അടി കൂടുതൽ മുകളിൽ പോയി വർക്കൊക്കെ ചെയ്ത് പിന്നെ തിരിച്ചു വന്ന് ഉറങ്ങേണ്ടത് ഈ 9,000 ഫീറ്റിലാണ്. അങ്ങനെ ഒരു രാത്രിയെങ്കിലും അവിടെ ഇങ്ങനെ താമസിക്കണം. അത് കഴിഞ്ഞിട്ട് ഒരു 1,000 ഫീറ്റ് കൂടെ കൂടിയുള്ള വേറൊരു ക്യാമ്പിൽ പോയി ഇതുപോലെ തന്നെ രാത്രി 10,000 താമസിച്ച് ഒരു 11,000 പിറ്റേ ദിവസം വർക്ക് ചെയ്ത് അങ്ങനെ 1, 2, 3, 4 ദിവസമൊക്കെ അനുസരിച്ച് നമ്മൾ പോകുന്ന ലൊക്കേഷൻ്റെ ഹൈറ്റ് അനുസരിച്ചാണ് നമ്മൾ എത്ര സമയമെടുക്കുമെന്ന് അറിയാം. ഞാനൊരു 3-4 ദിവസം എടുത്തു അവിടെ എൻ്റെ യൂണിറ്റ് ലൊക്കേഷനിൽ ചെല്ലാൻ. ഞങ്ങളുടെ കമാൻഡിങ് ഓഫീസർ കേണൽ റെഡ്ഡി ഒരു ലെഫ്റ്റനൻറ്റ് കേണലായിരുന്നു. അദ്ദേഹത്തിൻ്റെ കീഴിൽ 3 മേജർമാരും 6 ക്യാപ്റ്റന്മാരും ഉണ്ടായിരുന്നു. ഇവിടെയുള്ള പ്രത്യേക രീതിയിലുള്ള കെട്ടിടങ്ങളാണുള്ളത്. ഒരു രാത്രിയിലൊക്കെ ആകുമ്പോൾ അവിടുത്തെ ടെമ്പറേച്ചർ വളരെ കുറയും. അതുകൊണ്ട് തെർമോകോൾ പോലുള്ള ചുവരുകളുള്ള ബാരക്കുകളും റൂമുകളുമാണ്. രാത്രിയിൽ ചൂട് കൂടാൻ വേണ്ടിയിട്ട് ബുഖാരി എന്ന് പറഞ്ഞ ഒരു സിസ്റ്റമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഒന്നുകിൽ കോള് ഒരു ഡ്രമ്മിൽ ഡ്രം നമ്മളിരിക്കുന്ന റൂമിലായിരിക്കും. അതിൽ കോളിട്ട് അത് കരിച്ചിട്ട് അതിൻ്റെ ഗ്യാസ് പുറത്തേക്ക് പോകുന്ന രീതിയിൽ. പിന്നെ വേറൊരെണ്ണം കെരുസൻ മണ്ണെണ്ണ കൊണ്ട് കത്തുന്ന രീതിയിലുള്ള ബുഖാരിയുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ ആ ബുഖാരി കത്തുന്ന ആ ചൂട് കൊണ്ട് നമ്മളെ ആ പ്രദേശം ചൂട് പിടിപ്പിക്കുക എന്നുള്ളതാണ് ഈ ബുഖാരികളുടെ. അത് ഓത്തറൈസ്ഡ് ആണ്. ഇങ്ങനെയുള്ള പോസ്റ്റുകളിലും ഇങ്ങനെയുള്ള ക്യാമ്പുകളിലും ഇങ്ങനെയുള്ള എല്ലായിടത്തും ഇത് ഇത്ര ആളുകൾക്ക് വേണ്ടി ഇത്ര ബുഖാരി എന്നുള്ള രീതിയിൽ ഓത്തറൈസ്ഡ് ആണ്. അങ്ങനെയാണ് രാത്രി സർവൈവ് ചെയ്യുന്നത്. പിന്നെ ഇതിലുള്ള ഒരു പ്രശ്നമെന്ന് വെച്ചാൽ ഈ കോള് കത്തുമ്പോഴാകട്ടെ, കൽക്കരി കത്തുമ്പോഴാകട്ടെ, അല്ലെങ്കിൽ ഈ കെറോസിൻ കത്തുമ്പോഴാകട്ടെ കാർബൺ മോണോക്സൈഡ് എന്ന് പറഞ്ഞ ഒരു വാതകം ഉണ്ടാകും. ഈ വാതകത്തിന് അത് മണമില്ലാത്ത ഒരു വാതകമാണ്. പക്ഷേ അത് പോയ്സണസ് ആണ്. നമ്മൾ അത് മാത്രം ഓക്സിജൻ ഇല്ലാത്ത റൂമിൽ ഇത് മാത്രം കൂടി മരിക്കുന്ന രീതിയിൽ വരെ എത്തിയ ഘട്ടങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ വളരെ സൂക്ഷിച്ച് പെരുമാറേണ്ട ഒരു സിസ്റ്റമാണ് ഈ ബുഖാരി എന്നുള്ളത്. അപ്പോൾ ബുഖാരി വച്ചാണ് രാത്രിയിലിരിക്കുന്നത്. ഈ പ്രദേശങ്ങളിൽ ഫ്രഷ് വെജിറ്റബിൾസോ ഫ്രഷ് മീറ്റൊക്കെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം ടിൻഡായിട്ട് തന്നെ വിൻ്ററിന് മുമ്പ് വിൻ്റർ സ്റ്റോക്കിംഗ് ചെയ്ത് അത് യൂണിറ്റുകൾക്കും പോസ്റ്റുകൾക്കുമൊക്കെ അവൈലബിൾ ആക്കും. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ആളുകൾക്ക് വിശപ്പ് കുറയും. സാധനങ്ങൾ ഡ്രൈ ഫ്രൂട്ട്സ് കിട്ടും, അങ്ങനെയുള്ള ആരോഗ്യത്തിന് വേണ്ട സാധനങ്ങളുണ്ട്. പക്ഷെ അത് കഴിക്കാനുള്ള ആഗ്രഹം, അപ്പറ്റൈറ്റ് ഒരു മനുഷ്യന് വളരെ കുറയും. പക്ഷേ ഒരു മിനിമം ക്വാണ്ടിറ്റി ഒരു മനുഷ്യൻ എപ്പോഴും ആഹരിച്ചിരിക്കണം എന്നുള്ളതാണ്. എന്നാലേ അതിന് എനർജി ഉണ്ടാവുള്ളൂ. ഈ തണുപ്പിനെ വെല്ലാൻ വേണ്ടിയിട്ട് എനർജി ഉണ്ടാകാൻ വേണ്ടി ആഹാരം കഴിക്കണം. പക്ഷെ വിശപ്പുണ്ടാകില്ല, അതുകൊണ്ട് ആഹാരം കഴിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ഓപ്പറേഷനിൽ ഒരു റെഡിനെസ് കുറയും.
അപ്പോൾ ഇതിനെയൊക്കെ എല്ലാം നോക്കാൻ വേണ്ടിയിട്ട് എല്ലാ യൂണിറ്റിലും ഈ ഹൈ ആൾട്ടിറ്റ്യൂഡ് ഏരിയാസിലൊരു മിലിറ്ററി ഡോക്ടറെ അവൈലബിൾ ആയി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെയൊക്കെ ഗൈഡൻസിലാണ് ഇവിടുത്തെ ആളുകളുടെ ഹെൽത്ത് എല്ലാം നമ്മൾ നോക്കുന്നത്. ചൈനക്കാർക്ക് പെർമനൻറ്റ് പോസ്റ്റ് ഈ ഏരിയകളിൽ കുറവായിരുന്നു. നമുക്ക് നേരിട്ട് കാണാൻ പറ്റുന്നത് അന്നുണ്ടായിരുന്നത് നഥുല പാസിൽ നമ്മുടെ പോസ്റ്റിൻ്റെ എതിരായിട്ട് അവർക്കൊരു പോസ്റ്റ് ഉണ്ടായിരുന്നു. അവിടെ നിന്നൊക്കെ ഈ ചൈനീസ് സൈനികർ പുറത്തു വന്ന് നമ്മളെ കാണുകയൊക്കെ ചെയ്തിരുന്നുള്ളൂ. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഈ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളിലെ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവിടെ നമ്മുടെ ബൗണ്ടറി തിരിച്ചിട്ടില്ല. അവർ പറയുന്നു ഇന്ന ലൈനിൽ കൂടെയാണ് ഈ എല്ലാം കൊടുമുടികളിലെ അവിടെ അതിൻ്റെ അപ്പുറം അതാണ് ഞങ്ങളുടെ ബൗണ്ടറി എന്ന് പറയും. പക്ഷേ അതിനെപ്പറ്റിയുള്ള നമ്മുടെ പെർസെപ്ഷൻ അതിൻ്റെ അപ്പുറമാണ്. അത് രണ്ടും കൂടെ ഒരു റെക്കൺസൈൽ ഇതുവരെ ചെയ്തിട്ടില്ല. അതാണ് അവിടുത്തെ പ്രശ്നം. അതുകൊണ്ട് ഇവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ സാധാരണ നമ്മളും പെട്രോളിംഗ് ആളുകളെ ആയിരിക്കും ഒരു 30 ആളുകളെങ്കിലുമൊക്കെ ഉള്ള ഒരു ഹെവി പെട്രോളായിരിക്കും പോകുന്നത്. എന്ന് പറഞ്ഞാൽ അത്ര ആളുകൾ അവരുടെ വെപ്പൺ അവരുടെ ആഹാരങ്ങളൊക്കെ ഇത്ര ഒരു 2 ആഴ്ച വരെയൊക്കെ പോകാനുള്ള ഒരു ലോങ് റേഞ്ച് പെട്രോൾ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. അതുപോലെ തന്നെ അവരും ഈ പറഞ്ഞ പോലെ അവർ നമ്മുടേതെന്ന് കരുതുന്ന സ്ഥലങ്ങളിൽ അവർ കടന്ന് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അവർ നമ്മളെ അവോയ്ഡ് ചെയ്യും, നമ്മളും അവരെ അവോയ്ഡ് ചെയ്യും. അങ്ങനെയായിരുന്നു 80കളിൽ നടന്നിരുന്നത്. അവർ ചിലപ്പോൾ ചെയ്യാനുള്ള അവരെ ടോഫി കഴിച്ച് അതിൻ്റെ ഒരു റാപ്പറൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇട്ടിട്ട് പോകുന്നു. അവരുടെ ക്ലെയിം ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഇതാണ്. പിന്നെ അവിടെ നിന്നുള്ള ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ട് അങ്ങനെയാണ് അവർ ചെയ്യാറ്. ഈ 2010കളിലും 20കളിലും ഒക്കെ നമ്മൾ കണ്ട പോലെയുള്ള ഒരു പ്രശ്നങ്ങൾ ഈ 80കളിൽ ഈ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ എസ്പെഷ്യലി നഥൂല ഈ ഏരിയകളിൽ ഉണ്ടായിട്ടില്ല. അതുപോലെ ഉണ്ടായിട്ടില്ല ഞങ്ങളവിടെ ഉള്ളപ്പോൾ. നമ്മുടെ ഡ്രസ്സ് പല ലെയറുകളിലാണ് നമ്മൾ ധരിക്കുന്നത്. കാലുകളിലാണെങ്കിൽ ഇന്നറുണ്ടാകും, കമ്പിളി പാൻ്റ് ഇടും, അതുപോലെ തന്നെ കമ്പിളിയുടെ ഈക്വലൻ്റ് ആയിട്ടുള്ള ഷർട്ടാണ് ധരിക്കുന്നത്. അതിൻ്റെ മുകളിൽ ജേഴ്സി ഉണ്ടാവും. ജേഴ്സിക്ക് മുകളിൽ ഈ കോട്ട് പറക്കാന്ന് പറയുന്ന വലിയ കോട്ട് മുകളിൽ മുതൽ താഴത്ത് വരെ വരുന്ന കോട്ട് പറക്ക എന്നാണ് ഞങ്ങളതിന് പറയുന്നത്, അതുണ്ടാവും. അത് കഴിഞ്ഞിട്ട് മങ്കി ക്യാപ്പ് എന്നുള്ള ഞാൻ മനസ്സിലാകുന്ന ബാലക്കലാവ എന്നാണ് ഞങ്ങൾ ആർമിയിൽ അതിൻ്റെ പേര്. അത് ഇങ്ങനെ മുഖം മുഴുവനും ഇങ്ങനെ വെച്ച് അങ്ങനെ ഉണ്ടാകും. അങ്ങനെ ഒരിക്കൽ ഞങ്ങളുടെ ഓപ്പറേഷണൽ പ്ലാൻസ് ഓഫീസിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ യൂണിറ്റ് ഏരിയയുടെ അടുത്ത് തന്നെ സിവിലിയൻസും കൂടെ താമസിക്കുന്ന ഒരു അറേഞ്ച്മെൻറ്റാണ് അവിടെ ഉണ്ടായിരുന്നത്. കുറച്ച് ഹട്ട്മെൻസൊക്കെ ഉണ്ട്. അതിൽ ഞങ്ങളിങ്ങനെ ഈ ഫുള്ളി കിറ്റഡ് ആയിട്ടിരിക്കുമ്പോൾ അവിടെ 3-4 കുട്ടികൾ നഗ്നരായിട്ട് ഓടിക്കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ പറയുന്നത് അവിടെ ജനിച്ച് വളർന്നവരാണ്, അവർക്ക് ഇതിനെയൊക്കെ അവിടെ താമസിക്കാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. നമ്മൾ പുറത്തുനിന്ന് വരുന്നവരാണ്. എത്ര അക്ലമറ്റൈസ് ചെയ്താലും ആ സൈക്കോളജിക്കലായിട്ട് നമുക്ക് അതിനോട് ഇണങ്ങി ചേരാനും ഫിസിക്കലായിട്ട് ഇണങ്ങി ചേരാനുമുള്ള ബുദ്ധിമുട്ട് ഉണ്ടാകുമെന്ന് പറയായിരുന്നു. ഇതുപോലുള്ള സ്ഥലങ്ങളിൽ സിവിലിയൻസും താമസിക്കുന്നുണ്ട് വർഷങ്ങളായിട്ട്. അവരുടെ ഒരു മെയിൻ വരുമാന മാർഗം യാക്കെന്ന് പറഞ്ഞൊരു മൃഗമാണ്. അത് മൾട്ടിപർപ്പസാണ് അവർക്ക് വേണ്ടിയിട്ട്. അതിൻ്റെ പാല് അവരുപയോഗിക്കും. അതിൽ നിന്ന് ചീസ് പോലുള്ള പനീർ പോലുള്ള സാധനങ്ങൾ ഉണ്ടാക്കും. അതിൻ്റെ തോൽ ഉപയോഗിച്ച് പല കാര്യങ്ങളും ചെയ്യും. അതിൻ്റെ മീറ്റ് ചില കാര്യങ്ങളിൽ അവർ ഫീസ്റ്റിന് അതാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ പുറത്ത് കയറി ട്രാവൽ ചെയ്യും, പ്ലോയിങ് ഈ ഉടാനൊക്കെ അതിനെ ഉപയോഗിക്കുന്നത്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അവരെല്ലാം ഈ പരിസ്ഥിതിയുമായിട്ട് ഇഴകി ചേർന്നാണ് ജീവിക്കുന്നത്. പിന്നെ അവരുടെ ഈ സിസ്റ്റം എല്ലാം ഈ എസ്കിമോകളെ കൂട്ട് ഇവിടെ അവരാണ് അവിടുത്തെ നേറ്റീവ്സ് എന്നുള്ളതാണ് കാര്യം. നമ്മൾ എത്ര പരിശ്രമിച്ചാലും ഒരു പരിധിയിൽ കവിഞ്ഞ് ഈ പരിസ്ഥിതികളുമായിട്ട് പൊരുതാനുള്ളൊരു ശക്തി നമുക്ക് പുറത്തുനിന്ന് വരുന്നവർക്കുണ്ടാവില്ല എന്ന് പറയുകയായിരുന്നു ഞാൻ. റഷ്യ, ഖത്തർ, ഭൂട്ടാൻ, നേപ്പാൾ, ഈസ്റ്റ് ടിമോർ. സഞ്ചാരം പെൻ ഡ്രൈവ് വോളിയം നമ്പർ 23. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. 1982 ഞാൻ എൻ്റെ യൂണിറ്റിൻ്റെ കൂടെ സിക്കിമിൽ നിന്ന് താൽവേട്ടിലെത്തുന്നു. താൽവേട്ടിൽ ഞങ്ങളുടെ യൂണിറ്റ് 22 ഇൻഫൻട്രി ഡിവിഷൻ്റെ ഭാഗമായിരുന്നു. ഞങ്ങളുടെ ഈ പുതിയ 22 ഇൻഫൻട്രി ഡിവിഷന്
പാകിസ്ഥാനിലേക്ക് കയറി ആക്രമിക്കാനുള്ള ചുമതല കൂടിയുള്ള ഒരു സൈനിക വിഭാഗമായിരുന്നു. 1982 ഞാൻ ആനുവൽ ലീവിൽ നാട്ടിൽ പോകുന്നു. അപ്പോഴാണ് എൻ്റെ കല്യാണത്തിനെപ്പറ്റി ആലോചന നടക്കുന്നത്. പൊൻകുന്നം പനമറ്റം എന്ന സ്ഥലത്ത് ഉള്ള ഒരു ഓമന കർത്ത ഇതിനെയാണ് ഞാൻ പോയി കാണുന്നതും ഇഷ്ടപ്പെടുന്നതും. അവർക്കും കുടുംബാംഗങ്ങൾ തമ്മിൽ ഇഷ്ടപ്പെട്ടു. ഞങ്ങളുടെ കല്യാണം നിശ്ചയിച്ചു. ഞങ്ങളുടെ കല്യാണം നടക്കുന്നത് 1982 മെയ്യിലാണ്. വൈക്കം മഹാദേവ ക്ഷേത്രത്തിലാണ് നമ്മുടെ കല്യാണം നടക്കുന്നത്. അദ്ദേഹം താമസിയാതെ ഞങ്ങൾ രണ്ടുപേരും കൂടി താൽവേട്ടിലേക്ക് പുറപ്പെട്ടു. സമ്മറായിരുന്നു. അവിടെ എനിക്കൊരു ടെമ്പററി അക്കോമഡേഷൻ ബാരക്ക് കിട്ടി. അടുത്ത വർഷം ആണ് എൻ്റെ ആദ്യത്തെ കുട്ടിയായ വിഷ്ണു ജനിക്കുന്നത്. ആ വീട്ടിലൊരു 2 വർഷത്തോളം താമസിച്ചിരുന്നു. 84 അവസാനമാണ് എനിക്ക് ഒരു പോസ്റ്റിംഗ് വരുന്നത്. ഇത് അഗർത്തലയിലെ 57 മൗണ്ടൻ ഡിവിഷൻ ആർട്ടിലറി ബ്രിഗേഡിൻ്റെ ബ്രിഗേഡ് മേജർ എന്ന അപ്പോയിൻമെൻറ്റിലേക്കാണ്. അവിടെ ഞാൻ 1985 ജാനുവരിയിലാണ് എത്തുന്നത്. അതൊരു ഫീൽഡ് ഏരിയ ആയിരുന്നതുകൊണ്ട് ഞാൻ എൻ്റെ ഫാമിലിയെ കൊണ്ടുപോകുന്നില്ല. അവർ നാട്ടിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. ഞാനൊരു പുതിയ റാങ്കിലേക്കും അപ്പോയിൻമെൻറ്റിലേക്കുമാണ് അഗർത്തലയിൽ എത്തുന്നത്. അത് ഞാൻ പറഞ്ഞ പോലെ ആ ബ്രിഗേഡ് മേജർ എന്നാണ്. അപ്പോൾ ക്യാപ്റ്റനിൽ നിന്ന് മേജറിൻ്റെ റാങ്ക് വയ്ക്കുന്നത് അഗർത്തലയിൽ ഈ BMൻ്റെ അപ്പോയിൻമെൻറ്റ് ടേക്ക് ഓവർ ചെയ്യുന്ന സമയത്താണ്. അവിടുത്തെ ബ്രിഗേഡ് മേജർ എന്നെ പുതിയ റാങ്ക് ധരിപ്പിച്ചതായിട്ട് ഞാൻ ഓർക്കുന്നു. അഗർത്തല എന്ന് പറയുന്നത് 57 മൗണ്ടൻ ഡിവിൻ്റെ ആർട്ടിലറി ബ്രിഗേഡുള്ള സ്ഥലമാണ്. ഇത് ത്രിപുരയുടെ ക്യാപിറ്റലാണ്. മാണിക്യ രാജവംശമായിരുന്നു അവിടെ ഭരിച്ചിരുന്നത്. അവിടെ ഒരു 30% ട്രൈബൽസാണ്. അവർ 70% ബംഗാളീസുമാണ്. മലമ്പ്രദേശങ്ങളിലാണ് ഈ ഗോത്രവർഗം താമസിച്ചിരുന്നത്. അവരുടെ വിചാരം ഈ സമതലങ്ങളിൽ താമസിച്ചിരുന്ന ബംഗാളീസ് അവരെ ചൂഷണം ചെയ്യുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഇവർ തമ്മിലുള്ള ശത്രുത തുടങ്ങിയിരുന്നു. അവർ എക്സ്ട്രീമിസ്റ്റ് ആയുള്ള ആക്ടിവിറ്റിയിലേക്ക് ഇടപെടുകയും ചില ബംഗാളി ഗ്രാമങ്ങളെ ആക്രമിച്ച് കുറച്ച് പേരെ കൊല്ലുക, അങ്ങനെ ഒരു ഭീകരത സൃഷ്ടിക്കുന്ന ഒരു പരിസ്ഥിതിയിലാണ് ഞാൻ ഒക്കെ ചെല്ലുന്നത്. അപ്പോൾ ഇതിൻ്റെ പുറകിലുണ്ടായിരുന്ന ഓർഗനൈസേഷൻ ആണ് ത്രിപുര നാഷണൽ വോളണ്ടിയേഴ്സ്, TNV എന്ന് പറയും. വലിയ ശക്തിയില്ല, പക്ഷെ അതിൻ്റെ തലവൻ ഒരു BK റംഖ്വാൾ എന്ന് പറഞ്ഞ ഒരു ഗോത്രവർഗ്ഗക്കാരനായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അഗർത്തലയ്ക്ക് പുറത്തേക്കെങ്കാലൊക്കെ പോകുമ്പോൾ ഒരു മിനിമം 3 വണ്ടികളെങ്കിലും കൂടെ ഒരുമിച്ച് പോകുകയുള്ളൂ. എല്ലാത്തിലും വെപ്പൺസും ഒക്കെ ആയിട്ടാണ് അന്ന് പോയിക്കൊണ്ടിരുന്നത്. 1987 ഞാൻ ഡിഫൻസ് സർവീസ് സ്റ്റാഫ് കോളേജ് കോഴ്സിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെടുന്നു. ഇത് ആർമി, നേവി, എയർഫോഴ്സ് മേജർ ലെവലിലുള്ള ഓഫീസേഴ്സ് ചെയ്തിരിക്കേണ്ട ഒരു കോഴ്സാണ്. അവിടുത്തെ കപ്പാസിറ്റി കുറവായതുകൊണ്ട് ഇതിന് ഒരു എൻട്രൻസ് എക്സാമിനേഷൻ ഉണ്ട്. വളരെ കാലം പഠിച്ച് തയ്യാറെടുത്ത ശേഷം മേജർ ലെവലിലുള്ള ഓഫീസേഴ്സ് അപ്പിയർ ചെയ്യുന്ന ഒരു എക്സാമിനേഷനാണിത്. ഇതിൽ 6 പേപ്പറുണ്ട്. അത് ഞാൻ 87 പാസ്സായി. ഈ കോഴ്സ് ചെയ്യാൻ ഞാൻ നോമിനേറ്റ് ചെയ്യപ്പെടുകയാണ്. അവിടെ ഇത് ഡിഫൻസ് സർവീസ് സ്റ്റാഫ് കോളേജ് ഊട്ടിക്കടുത്തുള്ള വെല്ലിംഗ്ടൺ എന്ന സ്ഥലത്താണ്. ഇത് മേട്ടുപ്പാളയം വരെ ട്രെയിനിൽ പോയി അവിടുന്ന് പിന്നെ ബൈ റോഡ് പോകുക എന്നതാണ് ഇവിടെ എത്താനുള്ള മാർഗം. ഊട്ടിയിൽ നിന്ന് ഒരു 15 കിലോമീറ്റർ ഇപ്പുറമാണ് ഇതിൻ്റെ സ്ഥലം. 1 വർഷത്തെ കോഴ്സാണ്. ഞങ്ങളെ ആർമി, നേവി, എയർഫോഴ്സ് ചീഫ് അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. ഫീൽഡ് മാർഷൽ മാനക് ഷാ ഞങ്ങളെ അഡ്രസ്സ് ചെയ്തതായിട്ട് ഓർക്കുന്നു. 1988 ജൂലൈയിലാണ് സ്റ്റാഫ് കോളേജ് കോഴ്സ് തീരുന്നത്. അത് കഴിഞ്ഞ് എൻ്റെ പോസ്റ്റിംഗ് വരുന്നത് ശ്രീലങ്കയിലെ ഇന്ത്യൻ പീസ് കീപ്പിംഗ് ഫോഴ്സിൻ്റെ ഭാഗമായിരുന്ന എൻ്റെ യൂണിറ്റ് 66 ഫീൽഡ് റെജിമെൻറ്റിലേക്ക് ആയിരുന്നു. 66 ഫീൽഡ് റെജിമെൻറ്റ് അന്ന് ജാഫ്നയ്ക്കടുത്തുള്ള കൻകേഷൻ തുറൈ എന്ന സ്ഥലത്തായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ LTTകളുടെ ഒരു ഡിറ്റന്യൂ
ഡിറ്റൻഷൻ സെൻറ്ററിൻ്റെ കാവൽക്കാരായിട്ടാണ് അവർ അന്ന് നിന്നിരുന്നത്. എൻ്റെ തുടക്കത്തിൽ അവർക്ക് വേറെയും റെസ്പോൺസിബിലിറ്റികൾ ഉണ്ടായിരുന്നു. ഞാൻ വെല്ലിംഗ്ടണിൽ നിന്ന് മദ്രാസിലെ ട്രാൻസിറ്റ് ക്യാമ്പിലെത്തുന്നു. മദ്രാസിൽ നിന്ന് ട്രാൻസിറ്റ് ക്യാമ്പിൽ നിന്ന് ഒരു ചാർട്ടേഡ് ഇന്ത്യൻ എയർലൈൻസ് ഫ്ലൈറ്റ് IPKF ഇതിലുള്ള ആളുകൾക്ക് മദ്രാസിൽ നിന്ന് ശ്രീലങ്കയ്ക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ചാർട്ടർ ചെയ്ത ഒരു വിമാനമാണിത്. ഇന്ത്യൻ എയർലൈൻസിൻ്റെ വിമാനത്തിൽ ജാഫ്നയിലെ എയർ സ്ട്രിപ്പായ പലാലിയിലാണ് ലാൻഡ് ചെയ്യുന്നത്. അവിടെ നിന്ന് ഒരു 15 കിലോമീറ്റർ ദൂരമാണ് ഈ കൺകേഷൻ തുറൈ എന്ന് പറഞ്ഞ സ്ഥലം. അതൊരു പോർട്ടും കൂടിയാണ്. അവിടെ നമ്മുടെ നേവൽ ഷിപ്പും ഡോക്ക് ചെയ്യുമായിരുന്നു. ഞാൻ പലാളി എയർ സ്ട്രിപ്പിൽ നിന്നും ബൈ റോഡായിട്ടാണ് യൂണിറ്റിലെത്തുന്നത്. ക്യാമ്പിൽ നല്ല സെക്യൂരിറ്റിയുള്ള ഒരു പ്രദേശമാണിത്. ഈ റൂട്ടിൽ നമ്മുടെ ഇന്ത്യൻ ടാങ്ക് അവരുടെ അവശിഷ്ടങ്ങളൊക്കെ ഞാൻ കണ്ടു. അത് LTTയുമായിട്ടുള്ള ആദ്യത്തെ ഇൻറ്റൻസ് ഫൈറ്റിംഗ് കാലത്തുണ്ടായ നാശനഷ്ടങ്ങളാണെന്ന് ഞാൻ മനസ്സിലാക്കി. യൂണിറ്റിലെത്തി എല്ലാവരെയും പരിചയപ്പെട്ടു. ഞാൻ എൻ്റെ കമാൻഡിങ് ഓഫീസർ ഒരു കേണൽ GS ബബ്ബറായിരുന്നു. അദ്ദേഹം എന്നെ പാപ്പ ബാറ്ററിയുടെ കമാൻഡറായിട്ടാണ് നിയമിച്ചത്. ഈ ബാറ്ററിയാണ് അവിടുത്തെ ഡിറ്റൻഷൻ സെൻറ്ററിൻ്റെ ഇൻചാർജ് ആയിരുന്നത്. ഈ ഡിറ്റൻഷൻ സെൻറ്റർ എന്ന് പറഞ്ഞാൽ ശരിക്കും LTT ആയിട്ട് കണക്ഷൻ ഉണ്ട് എന്ന് ഇൻ്റലിജൻസുകാരുടെ ഇൻ്ററോഗേഷനിൽ തെളിയിക്കപ്പെട്ട ആളുകളെ പുറത്തേക്ക് വിടാതെ പ്രിസൺ സെല്ലിലിട്ട് നമ്മുടെ കസ്റ്റഡിയിൽ വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവരെ റിലീസ് ചെയ്യാൻ LTT പരിശ്രമിക്കുമെന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഇവരെ പല റൂമുകളിലും ആക്കി പ്രത്യേക സുരക്ഷയോടുകൂടിയാണ് അവിടെ പാർപ്പിച്ചിട്ടുള്ളത്. ഈ റൂമിൻ്റെ പുറത്ത് വയർ മെഷിങ് ഉണ്ടാകും. അതിൻ്റെ പുറത്താണ് നമ്മുടെ ആയുധധാരികളായ നമ്മുടെ ജവാന്മാർ റോന്ത് ചെയ്യുന്നത്. ഈ അകത്തുള്ള സെക്യൂരിറ്റിക്ക് പുറമെ നമ്മുടെ ഇതിൻ്റെ പെരിമീറ്ററിൻ്റെ 4 വശത്തും മുകളിലായിട്ട് ലൈറ്റ് മെഷീൻ ഗൺ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ടാകും. ഇപ്പോൾ ഒരു ജയിൽ ബ്രേക്കോ അവിടുന്ന് തടവ് രക്ഷപ്പെടാനുള്ള പരിപാടികളോ ഇല്ലെങ്കിൽ പുറത്തു നിന്ന് അറ്റാക്കോ എന്തെങ്കിലും ഉണ്ടാകുന്ന സമയത്ത് അവർക്കെതിരായിട്ട് ഫയർ ചെയ്യാനുള്ള ഒരു പൊസിഷനാണ് ഈ ലൈറ്റ് മെഷീൻ ഗൺ മുകളിൽ സ്ഥാപിച്ചിരിക്കുന്നത്. ഇതാണ് അവിടുത്തെ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. പിന്നെ ഒരു മനുഷ്യത്വത്തിൻ്റെ രൂപത്തിൽ മാനുഷികമായിട്ട് ആലോചിച്ചിട്ട് ഇവിടെ ചെയ്യുന്ന ഡിറ്റൈനുകളെ ആഴ്ചയിൽ ഒരു പ്രാവശ്യം അവരുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ വന്ന് കാണാനുള്ള അറേഞ്ച്മെൻറ്റ് ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ സ്ത്രീകളാണെങ്കിൽ നമ്മുടെ 88 ബറ്റാലിയൻ CRPF ആദ്യത്തെ ലേഡീസിൻ്റെ ബറ്റാലിയനാണ്. അതിൽ ഉള്ള പിള്ളേർ ഞങ്ങളുടെ കൂടെ ഉണ്ടാകുമായിരുന്നു. അപ്പോൾ റിസപ്ഷൻ സെൻറ്ററിലും ഈ പുറത്തുനിന്ന് സിവിലിയൻസ് വരുമ്പോൾ അവരെ മാനേജ് ചെയ്യാനുള്ള ആ ഒരു ഓർഗനൈസേഷനിലും ഈ കുട്ടികളും കൂടെ ഉണ്ടായിരുന്നു. ഒരു ദിവസം ഒരു LTT ജയിൽ പുള്ളി തടവ് ചെയ്യാനുള്ള ശ്രമം നടത്തുകയുണ്ടായി. സാധാരണ ചിലപ്പോഴൊക്കെ ഇവരെ പുറത്തേക്ക് ഇറക്കി എണ്ണിയായിട്ടാണ് ജയിലിലേക്ക് പിന്നെയും അകത്തേക്ക് വിടുന്നത്. അപ്പോൾ എന്തോ ഒരു പെശക് പറ്റിയതായിരിക്കും. ഒരാൾ പുറത്ത് അവൻ നേരത്തെ തന്നെ തയ്യാറെടുത്തതായിരിക്കും. ഇയാൾ പുറത്ത് എവിടെയോ ഒളിച്ചിരുന്നത് നമ്മൾ കാണുന്നില്ലല്ലോ, അപ്പോൾ അവന് പറയാൻ പറ്റില്ല. ഇങ്ങനെ ഒളിച്ചിരുന്ന LTT തടവ് പുള്ളി രാത്രി കുറച്ചും കൂടെ ആയപ്പോൾ ഈ ആദ്യത്തെ വയർ ഫെൻസിങ് കഴിഞ്ഞ് രണ്ടാമത്തേലേക്ക് കിടക്കാവുന്ന സമയത്താണ് മുകളിൽ നിരീക്ഷണത്തിലിരുന്ന നമ്മുടെ സൈനികൻ ഈ ഒരു മൂവ്മെൻറ്റ് കാണുകയും അവിടെ ഉണ്ടായിരുന്ന മറ്റ് ഗാർഡുകളെ അലർട്ട് ചെയ്യുകയും ചെയ്തത്. അപ്പോൾ അയാൾക്ക് സ്റ്റോപ്പ് എന്നുള്ള വാർണിംഗ് കൊടുത്തിട്ടും ആ പയ്യൻ നിർത്താതെ പോയതുകൊണ്ട് ഒരു വാർണിംഗ് ഷോട്ട് കൊടുത്തു. എന്നിട്ട് നിന്നില്ല. പിന്നെയുള്ള ഫയറിങ്ങിൽ അദ്ദേഹം മരണപ്പെടുകയാണ് ഉണ്ടായത്. അങ്ങനെ ഒരു ജയിൽ ബ്രേക്ക് ഞങ്ങൾക്ക് നിർത്താൻ പറ്റിയെന്ന് ഞാൻ ഓർത്തെടുക്കുകയാണ്. 1991 ജൂണിൽ ലഫ്റ്റനൻറ്റ് കേണലായി പ്രൊമോഷൻ കിട്ടിയ ഞാൻ ഹെഡ്ക്വാർട്ടർ നോർത്തേൺ കമാൻഡ് ഉധംപൂർ ജമ്മു ആൻഡ് കാശ്മീരിൽ ജോയിൻ ചെയ്യുന്നു. അവിടെ ഞാൻ ഓപ്പറേഷൻസ് ബ്രാഞ്ചിൽ 3 വർഷം ജോലി ചെയ്തു. 1994 എൻ്റെ ലഫ്റ്റനൻറ്റ് കേണലിൽ നിന്നും കേണലായിട്ടുള്ള പ്രൊമോഷൻ ബോർഡ് നടക്കുന്നത്. അതിൽ എനിക്ക് പ്രൊമോഷനുള്ള അപ്രൂവലായി
അത് കഴിഞ്ഞിട്ട് എന്നെ കമാൻഡിങ് ഓഫീസറായിട്ട് കേണൽ റാങ്കിൽ നിയമിക്കുന്നത് എൻ്റെ യൂണിറ്റ് 66 ഫീൽഡ് റെജിമെൻറ്റിൽ ആയിരുന്നു. അവർ അന്ന് ഉള്ളത് ശ്രീനഗറിലാണ്. എൻ്റെ യൂണിറ്റിൻ്റെ അന്നത്തെ ചുമതല ശ്രീനഗറിലെ ദാൽ ലേക്ക് മുതൽ ജോജില പാസ് വരെയുള്ള റൂട്ടിൽ ഗാന്ദർബൽ എന്ന് പറഞ്ഞ സ്ഥലം വരെയുള്ള റോഡ് ക്ലിയർ ചെയ്ത് നമ്മുടെ ആർമി കോൺവോയ്ക്ക് പോകാൻ സുരക്ഷിതമാക്കുക എന്നുള്ള ഉത്തരവാദിത്തമായിരുന്നു. എൻ്റെ ഹെഡ് ക്വാർട്ടർ ഇതിൻ്റെ മധ്യത്തിൽ ഒരു സക്കൂറ എന്ന് പറഞ്ഞ ഒരു ഗ്രാമത്തിലായിരുന്നു. ഈ കാലഘട്ടത്തിൽ 2 പ്രധാനപ്പെട്ട സംഭവങ്ങളുണ്ടായതായി ഞാൻ ഓർക്കുന്നുണ്ട്. ദാൽ ലേക്കിൽ നിന്ന് ജോജിലേക്ക് പോകുന്ന ഈ റോഡ് ക്ലിയറൻസിന് ശേഷം അവിടെ എപ്പോഴും ഞങ്ങളുടെ നിരീക്ഷണത്തിലാണ്. ഒരിക്കൽ റോഡിൻ്റെ സൈഡിൽ നിന്ന് ഒരു തീവ്രവാദികളെന്ന് സംശയം ജനിപ്പിക്കുന്ന 2-3 പേര് അവിടെ പ്രത്യക്ഷപ്പെട്ടു. ഉടനെ തന്നെ ഈ വിവരം നമ്മുടെ ക്വിക്ക് റിയാക്ഷൻ ടീം ഓഫീസിൻ്റെ കീഴിലുള്ള 4-5 പേര് ഒരു സെൻട്രലൈസ്ഡായിട്ട് ഉണ്ട്. അവർക്ക് വിവരം കൊടുത്തതനുസരിച്ച് അവർ ഈ സ്ഥലത്ത് വരികയും അവർ തീവ്രവാദികളാണെന്ന് മിക്കവാറും മനസ്സിലാക്കിയത് കൊണ്ട് അവരെ നേരെ വെടിയുതിർക്കുകയും ചെയ്തു. അവരെല്ലാവരെയും അവിടെ മരിച്ചു വീഴുന്നതായിട്ടാണ് കണ്ടത്. അവരുടെ കയ്യിൽ അടുത്ത് ചെന്നപ്പോൾ കണ്ടത് റോക്കറ്റ് ലോഞ്ചർ ലോഡഡ് ആയിട്ടുണ്ടായിരുന്നു. 3 പേരുടെ കയ്യിലും AK-47 ഉണ്ടായിരുന്നതായിട്ട് കണ്ടു. ഈ ആക്ഷന് കുറച്ച് ആഴ്ചകൾക്ക് ശേഷം ചീഫ് ഓഫ് ആർമി സ്റ്റാഫിൻ്റെ സേനാ മെഡൽ ഈ ഓഫീസറിനും ഒരു ജവാനും കിട്ടി എന്നത് ഞാൻ അഭിമാനപൂർവ്വം ഓർക്കുന്നു. ഈ പ്രദേശങ്ങളിൽ അഫ്ഗാനിസ്ഥാൻ തീവ്രവാദി സെൽഫ് സ്റ്റൈൽഡ് മേജർ ഗുൽ എന്ന തീവ്രവാദി ഓപ്പറേറ്റ് ചെയ്യുന്നു എന്ന ഒരു ഇൻഫർമേഷൻ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. തീവ്രവാദികൾക്ക് അവർ തന്നെ കൊടുക്കുന്ന റാങ്കുകളുണ്ട്. അങ്ങനെയുള്ള അവർ മേജർ എന്ന് അവർ വിളിക്കുമെങ്കിലും നമ്മൾ പറയുന്നത് സെൽഫ് സ്റ്റൈൽഡ് എന്നാണ് അവരെ പറയുന്നത്. സെൽഫ് സ്റ്റൈൽഡ് മേജർ ഗുൽ അങ്ങേര് ഒരു അഫ്ഗാനിയായിരുന്നു. ഈ പ്രദേശങ്ങളിൽ വളരെ കാലമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു സീനിയർ മിലിറ്റൻ്റ് ഉഗ്രവാദിയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം റോഡ് ഓപ്പണിങ്ങിൻ്റെ ൽപ്പെട്ട ഞങ്ങളുടെ മുമ്പിലുള്ള 2 ട്രക്കുകൾക്ക് നേരെ സൈഡിൽ നിന്ന് വെടി വയ്ക്കുകയാണ് ഉണ്ടായത്. ആംബുഷ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അറിയാതെ സർപ്രൈസായിട്ട് വെടിയുതിർക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഉടൻ തന്നെ ആദ്യത്തെ വണ്ടിയുടെ മുകളിൽ സ്ഥാപിച്ചിരുന്ന നമ്മുടെ ലൈറ്റ് മെഷീൻ ഗൺ ഇവർക്കെതിരെ ഉതിർത്തു. അങ്ങനെ വണ്ടി നിൽക്കുകയും ബാക്കിയുള്ള ആളുകളെല്ലാം പുറത്തിറങ്ങി പൊസിഷൻ എടുത്ത് ഫയർ തിരിച്ച് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈ ഫയർ എക്സ്ചേഞ്ച് കുറേ സമയം തുടർന്നു. ഈ ഒച്ച പിന്നെ റേഡിയോയിൽ കൂടെ എനിക്ക് എൻ്റെ അവിടെ നിന്ന് ഒരു 3 കിലോമീറ്റർ ദൂരത്തുള്ള എൻ്റെ ഹെഡ് ക്വാർട്ടറിൽ എനിക്ക് കേൾക്കാൻ പറ്റി. ഉടൻ തന്നെ ഞാൻ എൻ്റെ ഗ്രൂപ്പുമായിട്ട് ഈ സ്ഥലത്തെത്തുന്നു. ഞാൻ സ്ഥലത്തെത്തുമ്പോൾ നമ്മുടെ ഈ റിട്ടേൺ ഫയറിൻ്റെ ഇതുകൊണ്ട് ഗുല്ലിൻ്റെ പാർട്ടി തിരിച്ച് വെടിവെച്ചുകൊണ്ട് അങ്ങനെ വിഡ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരെ കുറച്ച് നേരത്തേക്ക് ഞങ്ങൾ പിന്തുടർന്നുവെങ്കിലും അവർ കുറച്ച് നേരം നമ്മളെ വെടിവെച്ചുകൊണ്ട് അങ്ങനെ പിന്മാറിപ്പോയി. അപ്പോൾ അവരേതായാലും അവരെ പിടിക്കാൻ പറ്റില്ലെന്ന് മനസ്സിലാക്കി നമ്മൾ തിരിച്ചു വന്ന് ഈ സൈറ്റിൽ തിരയുമ്പോഴാണ് കാണുന്നത് അവിടെ 100 കണക്കിന് ഫയർഡ് കാർട്രേജ് ബ്ലഡ് സ്റ്റെയിൻസും എന്ന് പറഞ്ഞാൽ രക്തം അവിടെ ഒഴുകിയായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അവരിൽ കുറച്ച് പേർക്കെങ്കിലും ശരിക്കും പരിക്ക് പറ്റിയിട്ടുണ്ട്. അവരെല്ലാം എടുത്തുകൊണ്ട് പോകാനും അവർക്ക് പറ്റി എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ഒരു ഓപ്പറേഷന് ഒരു അറിയാതെ ചെയ്യുന്ന ഫയർ ചെയ്യുന്നതിന് ആംബുഷ് എന്നാണ് ഞങ്ങൾ ആർമിയിൽ പറയുന്നത്. ഒരു ആംബുഷിനെ ബ്രേക്ക് ചെയ്യുക എന്നുള്ളതൊരു ശരിക്കുള്ള ട്രെയിൻഡ് ഇൻഫൻട്രി പട്ടാളക്കാർക്ക് തന്നെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് എൻ്റെ യൂണിറ്റിന് ചെയ്യാൻ പറ്റി എന്നുള്ളത് അതും നമുക്ക് കാര്യമായ പരിക്ക് കൂടാതെ ഞങ്ങളെ സൈനികർ രക്ഷപ്പെട്ടു എന്നുള്ളത് എനിക്ക് വളരെ അഭിമാനം നൽകുന്ന ഒരു കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. റോഡ് ക്ലിയറൻസിന് ഞങ്ങളുടെ ടീമുകളുടെ കൂടെ മൈൻ ഡിറ്റക്റ്റ് ചെയ്യുന്ന എഞ്ചിനീയറിൽ നിന്നുള്ള സൈനികരുണ്ടാകാറുണ്ട്. മണം പിടിച്ച് എക്സ്പ്ലോസീവ് ഡിറ്റക്റ്റ് ചെയ്യാനുള്ള നായ്ക്കൾ സ്നിഫർ ഡോഗ്സ് ഉണ്ടാകാറുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ ഒട്ടും അപ്രീസിയേഷൻ കിട്ടാത്ത വളരെ വിഷമം പിടിച്ച ഒരു കാര്യമാണ് ഈ റോഡ് ക്ലിയറൻസ് എന്നുള്ളത്. രാവിലെ ഒരു 5 മണിക്ക് മുമ്പേ തന്നെ എഴുന്നേൽക്കുക, തയ്യാറായിട്ട്
റോഡിൽ ഓരോ ഇഞ്ചും മൈൻ ഡിറ്റക്ടേഴ്സൊക്കെ ഉപയോഗിച്ച് ഇല്ലെങ്കിൽ ഒബ്സർവേഷൻ കൊണ്ട് നോക്കി എന്തെങ്കിലും എക്സ്പ്ലോസീവ്സ് ആരെങ്കിലും വച്ചിട്ടുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി കിലോമീറ്ററുകളോളം നടന്ന് അത് കഴിയുമ്പോഴാണ് ക്ലിയറൻസ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. ഒരു 5 മണിക്കൊക്കെ തുടങ്ങിയ 8 മണിയൊക്കെ ആകുമ്പോഴാണ് ഒരു ക്ലിയറൻസ് കൊടുക്കാൻ പറ്റുന്നത്. അത് കഴിഞ്ഞ് ഒരു സൈഡിൽ നിന്ന് ഉള്ള കോൺവോയ് പോകും. അത് പോയി എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നുള്ള കോൺവോയ് താഴത്തേക്ക് വരും. അതൊക്കെ കഴിഞ്ഞ് ക്ലിയറൻസ് ഇതിൻ്റെ ഇടയ്ക്ക് ബ്രേക്ക് ഡൗൺ ആയ വെഹിക്കിൾസ് അതെല്ലാം റിക്കവർ ചെയ്ത് പോയി കഴിഞ്ഞ ശേഷമേ ഞങ്ങൾക്ക് അവിടെ നിന്ന് തിരിച്ചു വരാൻ പറ്റുള്ളൂ. അപ്പോൾ ക്ലോസ് ഡൗൺ ചെയ്ത് എല്ലാം കറക്റ്റാണെന്നുള്ള ചെക്ക് ചെയ്ത് തിരിച്ച് യൂണിറ്റിലെത്തുമ്പോൾ രാത്രിയാകും. ഈ രാത്രി ആയിക്കഴിഞ്ഞാൽ അവർക്ക് പിന്നെ വിശ്രമിക്കാനുള്ള ടൈമില്ല. പിന്നെ നമ്മുടെ സുരക്ഷയുടെ പ്രശ്നമാണ്. സുരക്ഷയ്ക്ക് നമുക്ക് ഒരു കോംപ്രമൈസും ചെയ്യാൻ പറ്റില്ല. ഇതിൽ നിന്ന് തന്നെ ആൾക്കാർ പെരിമീറ്ററിൻ്റെ സെക്യൂരിറ്റിക്ക് വേണ്ടി നിയോഗിക്കപ്പെടുന്നു. അപ്പോൾ അങ്ങനെ വളരെ മാനസികമായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടമാണിത്. ഇവിടെയാണ് നേതൃത്വത്തിൻ്റെ കാര്യം വരുന്നത്. ഇല്ലേ യൂണിറ്റിൻ്റെ ഒരു ഒരുമയൊക്കെ ചലഞ്ച് ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടമാണിത്. അങ്ങനെ നല്ല യൂണിറ്റുകൾക്ക് മാത്രമേ ഇങ്ങനെയുള്ള പ്രതിസന്ധികളെ തരണം ചെയ്യാൻ പറ്റുകയുള്ളൂ. എനിക്ക് വളരെ അഭിമാനത്തോടെ പറയാൻ പറ്റും, എൻ്റെ യൂണിറ്റ് ഈ എല്ലാ വെല്ലുവിളികളെയും നല്ലപോലെ നേരിട്ടു, വിജയിച്ചു എന്നുള്ളതാണ്. എനിക്ക് എൻ്റെ യൂണിറ്റിനെ പറ്റി വളരെ അഭിമാനമുണ്ട്. 2008 മെയ് 31 അഗ്നി 2 മിസൈൽ ബ്രിഗേഡിൻ്റെ കമാൻഡർ ആയിരിക്കുമ്പോഴാണ് ഞാൻ സേവനത്തിൽ നിന്ന് വിരമിക്കുന്നത്. അതിനു മുമ്പ് ഡൽഹിയിൽ സ്ട്രാറ്റജിക് ഫോഴ്സസ് കമാൻഡിൽ എനിക്ക് വേണ്ടി ഒരു ഫെയർവെൽ ഡിന്നർ സംഘടിപ്പിച്ചിരുന്നു. അതിൽ ഞങ്ങളുടെ കമാൻഡർ ഇൻ ചീഫായിരുന്ന വൈസ് അഡ്മിറൽ വിജയ് ശങ്കർ പറഞ്ഞ നല്ല വാക്കുകൾ എൻ്റെ മനസ്സിലുണ്ട്. ദീർഘമായ 37 വർഷത്തെ സേവനത്തിന് ശേഷമാണ് ഞാൻ എൻ്റെ ഒലീവ് ഗ്രീൻ യൂണിഫോം അഴിക്കുന്നത്. എൻ്റെ ഈ രാജ്യസേവനത്തിൽ എനിക്ക് അതിയായ അഭിമാനമുണ്ട്. ജയ് ഹിന്ദ്.